നമസ്കാരം, ഞാൻ ബിനീഷ് ഏറപ്പാറ. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ സ്ഥലമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. വ്യക്തിയുടെ സർവേ നമ്പർ തെറ്റിക്കിടക്കുകയാണ്, സ്ഥലത്തിൻ്റെ സർവേ നമ്പർ തെറ്റിക്കിടക്കുകയാണ്. ആയതിനാൽ പുള്ളിക്കാരന് സ്ഥലം കൈമാറ്റം ചെയ്യുന്നതിനോ കരമടയ്ക്കുന്നതിനോ സാധിക്കുന്നില്ല. ഇത് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ സർവേ നമ്പർ തെറ്റിക്കിടക്കുന്നത് എങ്ങനെ തിരുത്താം എന്നുള്ളൊരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരാളുടെ സർവേ നമ്പർ തെറ്റിക്കിടക്കുക എന്നുള്ളത്, അതായത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റീസർവേ കഴിയാത്ത വില്ലേജുകളിൽ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണിത്. അതായത് ഒരു വ്യക്തിയുടെ സർവേ നമ്പർ തെറ്റിയാണ് കിടക്കുന്നത്. അത് അയാളായിട്ട് സംഭവിച്ചതായിരിക്കില്ല. സർവേ, അതായത് ഇയാൾക്ക് പട്ടയം കിട്ടിയ സമയത്ത് ഒരു സർവേ നമ്പർ ആയിരുന്നു, പിന്നീട് ഈ സർവേ നമ്പർ റീസർവേ വഴിയോ അങ്ങനെ എന്തെങ്കിലും മാറിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ പിന്നീടുള്ള സർവേ വഴി ഈ സർവേ നമ്പർ മാറിയിട്ടുണ്ടാവാം. അപ്പോൾ ഇത് ഇയാൾക്കറിയില്ല. വില്ലേജ് രേഖകളിൽ മാത്രമാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ സർവേ നമ്പർ വേറെയാണ് എന്നറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇയാൾക്ക് നിലവിൽ കരമടയ്ക്കാനും സാധിക്കില്ല, മറ്റ് ട്രാൻസാക്ഷനുകളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ താലൂക്കുകളിലും ഓരോ രീതിയിലായിരിക്കും, പക്ഷേ ഏകദേശം പ്രൊസീജിയറൊക്കെ ഒരുപോലെ തന്നെയാണ്. നമ്മളൊരു വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതുന്നു. അവസാനമായി നമ്മൾ കരമടച്ചതിൻ്റെ രസീത് ഉൾപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഇരിക്കുന്ന ആധാരം മുതൽ ആധാരം, അതിൻ്റെ മുന്നാധാരം, അങ്ങനെ പട്ടയം വരെയുള്ള ആധാരങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പട്ടയമാണ് എന്നുണ്ടെങ്കിൽ പട്ടയം മാത്രമേ അതിൻ്റെ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പട്ടയം, അതുപോലെ തന്നെ നിങ്ങളുടെ കരമടച്ച രസീതിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, പിന്നെ ആവശ്യമായിട്ടുള്ളതാണ് പട്ടയ സ്കെച്ച് എന്നുള്ളത്, അല്ലെങ്കിൽ പട്ടയ ഫയൽ എന്നുള്ളത്. അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ താലൂക്ക് ഓഫീസിൽ ഒരു വിവരാവകാശം വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പട്ടയ സ്കെച്ച് ഇതിൻ്റെ ചെല്ലാനടച്ച് നിങ്ങൾക്ക് ഈ പട്ടയ സ്കെച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയോടൊപ്പം ഈ ഒരു പട്ടയ സ്കെച്ചും ഉൾപ്പെടുത്തി നേരെ വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകുന്നു. അത് അപേക്ഷ കൊടുക്കേണ്ടത് തഹസിൽദാരെ അഡ്രസ്സ് ചെയ്ത് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുക്കുന്നു. വില്ലേജ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് നിങ്ങളുടെ സ്ഥലം പരിശോധിച്ച് ഈ സർവേ നമ്പറിൽ ഉൾപ്പെട്ടതാണ് എന്നുള്ളത് വ്യക്തമായി റിപ്പോർട്ട് തരുന്നു. അതിനുശേഷം വില്ലേജ് ഓഫീസർ റിപ്പോർട്ടുമായി നേരെ നിങ്ങൾ താലൂക്ക് ഓഫീസിൽ എത്തിക്കുന്നു. താലൂക്ക് ഓഫീസിൽ നിന്നും തഹസിൽദാർ താലൂക്ക് സർവേയർക്ക് ഈ ഫയൽ കൊടുക്കുകയും താലൂക്ക് സർവേയർ നിങ്ങളുടെ സ്ഥലം വന്ന് പരിശോധിക്കുകയും ഏത് സർവേ നമ്പറിൽ ഉൾപ്പെട്ടതാണ് എന്നുള്ളത് വ്യക്തമായി റിപ്പോർട്ട് തിരിച്ച് തഹസിൽദാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ തഹസിൽദാർ ഒരു ഉത്തരവിറക്കുകയാണ്, ഇന്ന ആളുടെ, അതായത് നിങ്ങളുടെ സ്ഥലം വന്നിട്ടുള്ള സർവേ നമ്പർ എന്നുള്ളത് ഇതാണ്, അതായത് 654 എന്നുള്ളതാണ് നിങ്ങളുടെ സർവേ നമ്പർ എന്നുള്ളത് ഒരു ഉത്തരവായി തരികയും ഈ ഉത്തരവ് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് പുതിയ സർവേ നമ്പർ പ്രകാരമുള്ള കരമടയ്ക്കാൻ അനുവദിക്കുകയും നിങ്ങൾക്ക് അത് വെച്ച് കരമടയ്ക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ ഒരുപക്ഷെ ഓൺലൈൻ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഡിനൈഡ് ആയിരിക്കും കിടക്കുന്നത്, അത് നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കില്ല. ആ ഒരു സമയത്തേക്കായിരിക്കും നിങ്ങൾ ഈ ഒരു വിഷയമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങളുടെ സർവേ നമ്പറൊക്കെ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വിഷയത്തെ പറ്റിയാണ് സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് സംശയമായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ വിഷയമായിട്ട് വീണ്ടും കാണാം. See you.